ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറേ നാളായല്ലേ ഞാനൊരു വീഡിയോക്കകത്തൊക്കെ വന്നിട്ട്. വെയിൽ സ്ട്രിപ്പിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഇന്ന് തൊട്ട് 30 ദിവസം കണ്ടിന്യൂസ് നമുക്കൊരു വ്ളോഗ് ഡേയ്സ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പം സ്പ്രിംഗ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വിൻ്റർ ചെറിയ രീതിയിലൊന്ന് മാറി വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ചെടികൾക്കും ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻട്രോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജിയാൻഡസ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ ബണ്ണും അച്ചും ഉണ്ടാക്കിയ ചിക്കൻ കറിയും കൂടെ ആണ്. കാര്യമായി ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് എന്തായാലും കാര്യമായി കിച്ചണിൽ അങ്ങനെ കുക്കിംഗ് ചെയ്യേണ്ടെന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്. പിന്നെ രാവിലത്തെ കോഫിയുടെ പകരം ഇന്ന് ചായ ആണ് കേട്ടോ. ഇന്നെന്തോ ചായ കുടിക്കാനായിട്ട് നല്ല രീതിയിലൊരു മൂഡൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ചായ എങ്ങനെയാണ് ഉണ്ടാക്കി. ശരിക്കും പറയുകയാണെങ്കിൽ ഫെബ്രുവരി തൊട്ടുള്ള 2-3 വ്ളോഗ്സ് ഒക്കെ പെൻഡിങ് ആണ്. അപ്പോൾ ആ വ്ളോഗ്സ് എല്ലാം ഈ ഒരു മാസം ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്ക് ടു ടുഡേയ്സ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ കാര്യമായി നടക്കുന്നൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ലഞ്ചിൻ്റെ എല്ലാം കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായി. അപ്പം ചോറ് മാത്രം വെച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ അരിയൊക്കെ ഒന്ന് കഴുകി ചോറ് ഞാൻ അടുപ്പത്ത് വെക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കിന്ന് ചെറിയ രീതിയിൽ നിന്ന് വെളിയിലോട്ട് പോകാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്കിന്ന് മെയിൻ ഒരു പരിപാടി ചെയ്യാനായിട്ടുണ്ട്. ആ മെയിൻ പരിപാടി എന്താണെന്നല്ലേ, അത് പതുക്കെ നിങ്ങളെ കാണിച്ചു തരാവേ. ഈ കുക്ക് ചെയ്യേണ്ടാത്ത ദിവസങ്ങളെല്ലാം ഞാൻ വേറെ രീതിയിൽ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് നോക്കുവേ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നെങ്കിൽ ഞാൻ വെളിയിൽ ടൈം സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീമോഡിഫിക്കേഷനോ റീഓർഗനൈസിങ്ങോ വല്ല ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വല്ല ഞാൻ ചെയ്യും. യൂഷ്വലി എനിക്ക് 2 ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് അടുപ്പിച്ച് 2 ദിവസം ഒരു ഓഫ് കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഞാൻ ഇങ്ങനത്തെ രീതിയിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസമായിരിക്കും ഞാൻ കാര്യമായി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ഓഫുള്ള ദിവസമാണ് ഇന്നും നാളെയും. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കാര്യമായി കുക്കിംഗ് ഒന്നുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ചെടിക്ക് ഒന്ന് വെള്ളം ഒഴിക്കണമായിരുന്നു. കാരണം ഇപ്പം നമ്മളിവിടെ സ്പ്രിങ് സമ്മർ ആ ഒരു ടൈമൊക്കെ ആയി വരുന്നതുകൊണ്ട് ചെടികൾ നല്ല രീതിയിൽ ഒന്ന് വാടി വരാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അലോവേര ചെറിയ രീതിയിലൊന്ന് കളർ മാറ്റം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടറ്റോയും വാടി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു സീസൺ മാറിയതിൻ്റെ ആ ഒരു ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ചിടാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ മറ്റേ ആ തേയിലയുടെ ആ പൊടിയൊന്നും ഇടാറില്ല. തേയിലപ്പൊടി ഇടണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഞാൻ. അങ്ങനെ ഞാനിപ്പോൾ ഇടണ്ടെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ മധുരത്തിനായി ചെറിയ രീതിയിൽ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തു പോയി വന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി അങ്ങോട്ട് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വിൻ്റർ ക്ലോത്ത്സുകളെല്ലാം ഒന്ന് മാറ്റി നമുക്ക് സ്പ്രിംഗ് സമ്മർ ക്ലോത്ത്സ് ഉള്ള ഒരു രീതിയിലെല്ലാം ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഭയങ്കര വലിയ ടാസ്ക്കാണ്. കാരണം 2-3 പെട്ടികളായിട്ട് ഓരോ തുണികളൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെ വെളിയിൽ കൊണ്ടുവന്ന് സ്വെറ്റേഴ്സ് എല്ലാം എന്താ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇടാത്ത കുറച്ച് സ്വെറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഓർത്തും ചെയ്തു എന്താ ഞാൻ ഇടാതിരുന്നത്. അത് മനഃപൂർവ്വമൊന്നുമല്ല, പക്ഷെ എന്തോ അങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ണിലൊന്നും വന്നെത്തിയില്ല. അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഈ ഒരു സ്വെറ്റർ ഡ്രസ്സ് എന്ന് വേണം പറയാം, ഇതിട്ടിട്ടില്ല. പിന്നെ ഈ 3 എണ്ണം ഇട്ടിട്ടില്ല. ഇത് ഇട്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ ഇട്ടു. ഇത് മിക്ക സമയത്തും ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് വന്നുകൊണ്ടിരുന്നത് ഈ ഒരു ടോപ്പ്. ഈ 2 എണ്ണം മിക്ക സമയത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ സ്വെറ്റർ ഇട്ടിട്ടില്ല. ഗ്രീൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ഇട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഗോൾഡൻ ഇട്ടിട്ടുണ്ട്. ഈ ഗോൾഡൻ ഇട്ടിട്ടില്ല. പിന്നെ അതിൻ്റെ താഴത്തെ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതായിരുന്നു ഈ പ്രാവശ്യം ഈ ഒരു ടോപ്പ്. ഈ പ്രാവശ്യം അച്ചു വാലന്റൈൻസ് ഡേന് ഗിഫ്റ്റായിട്ട് തന്നത്. അത് ഇട്ടിട്ടില്ല. നമുക്കെന്തായാലും ഇനി അടുത്ത തണുപ്പ് വരുമ്പം ഇതൊക്കെ ഇടാം. ഇവിടെ ഹാങ്കേഴ്സ് ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതൊരു ചുരിദാർ ഞാൻ അങ്ങനെ വെളിയിലെടുത്ത് കേട്ടോ. അതിന് എടുത്ത് അകത്ത് വെക്കണം. ഈ ഒരു കവറിനകത്തായിരുന്നു ഈ നമ്മുടെ ക്യാപ്പും മഫ്ലേഴ്സും ഗ്ലൗസും ഒക്കെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും ഞാൻ ഈ ഒരു വലിയ കവറിലാക്കി വെക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങിയൊക്കെ ഇരിക്കും. ഞാനുണ്ടല്ലോ പല പ്രാവശ്യം ഞാൻ ഓർത്ത് ഒത്തിരി നേരത്തെ ആയപ്പോൾ എടുത്തു വെക്കുന്നത്. കാരണം മാർച്ച് അങ്ങോട്ട് ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കെന്തോ ഇപ്പം ചൂട് നല്ലതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എല്ലാ സ്വെറ്റേഴ്സും എടുത്ത് വെക്കുന്നില്ല. കുറച്ച് ഈ കട്ടി കുറഞ്ഞ സ്വെറ്റേഴ്സ്, ഇങ്ങനത്തെ ടൈപ്പ് സ്വെറ്റേഴ്സൊക്കെ ഞാൻ എടുത്ത് പുറത്ത് തന്നെ വെച്ചിട്ടുള്ളത്. കാരണം ഇൻ കേസ് ഇപ്പം തണുപ്പ് വല്ല ഇടയ്ക്കെല്ലാം കൂടിയാലോ എന്ന് ഓർത്തോണ്ട് മാത്രം അതിനുവേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട്. കട്ടി കൂടിയ സ്വെറ്റേഴ്സ് ആണ് ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെക്കാന്ന് വെച്ചു. അതും വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റാന്ന് വെച്ചത്. കാരണം വീടിൻ്റെ അകത്ത് ഇപ്പൊ ഹോളിലും കിച്ചണിലൊന്നും നിൽക്കാനേ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അതുപോലെ അങ്ങ് ചൂടായി പോവും. ശരിക്കും അത് ചിക്കൻ ഫ്രൈ ആയി പോകുന്ന അവസ്ഥയായി. കാരണം അതുപോലെ വെയിലടിക്കുന്നുണ്ട് ആ 2 സ്ഥലത്ത്.
ബെഡ്റൂമിലാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, ബെഡ്റൂമിൽ അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നില്ല, അപ്പോൾ അത്രയും വലിയ പ്രശ്നമില്ല. പക്ഷെ ഹാളും കിച്ചണും ഭയങ്കര വാടകയ്ക്കാണ്. അപ്പോൾ ഞാൻ ഓർത്തുന്ന പിന്നെ വീട്ടിലെ ഡ്രസ്സുകളെല്ലാം ആദ്യം എടുത്ത് മാറ്റാം, കാരണം വീട്ടിൽ ഇട്ടോണ്ട് നടക്കുന്ന കട്ടിയുള്ള ഡ്രസ്സുകളല്ല. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി മറ്റേ ബർമുഡയും ഷോർട്ട്സൊക്കെ ഒന്ന് ഇട്ട് നടന്നാൽ പിന്നെയും കുറച്ച് കാറ്റെങ്കിലും കയറണമല്ലോ. അങ്ങനെ അതാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഒരു പെട്ടി ഓപ്പൺ ആക്കി നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ആ പെട്ടിക്കകത്ത് വെളി കൊണ്ടുവന്ന ഡ്രസ്സുകളാണ് മൊത്തം ഇരുന്നത്. പക്ഷെ ഓപ്പൺ ആക്കിയപ്പോഴെല്ലാം മനസ്സിലായത് 8ന്റെ പണി കിട്ടി, വീട്ടിലിടുന്ന ഡ്രസ്സുകളല്ലായിരുന്നു. എന്തായാലും സാരമില്ല, നമുക്ക് വേറൊരു വാക്യൂം ബാഗ് ഇരിപ്പുണ്ട്. അപ്പം അതിനകത്ത് ഈ ഡ്രസ്സുകളെല്ലാം ഇട്ട് തട്ടിയിട്ട് വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം ഒന്ന് പുറത്തെടുക്കാമെന്ന് വെച്ചുള്ള രീതിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഈ ഒരു കവറിനകത്ത് മറ്റേ മഫ്ലേഴ്സും ക്യാപ്പും ഒക്കെ ഇടാവേ. മഫ്ലറിൽ നിന്ന് ഒരു മഫ്ലർ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഞാൻ എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഡിസംബർ ആ ഒരു ടൈമിലൊക്കെ ആയപ്പം നമ്മൾ ഐസ്ലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അതും ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പുതിയ മഫ്ലർ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഡിസ്കൗണ്ടിൽ കിടന്ന മഫ്ലറായിരുന്നു. ഞാൻ ഇത് വരെ അതിട്ടില്ല. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പാരീസിൽ പോകുമ്പോൾ ഇടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ ഞാൻ ആ മഫ്ലർ എടുത്തില്ല. ഇതായിരുന്നു ആ മഫ്ലർ. നല്ല രസമല്ലേ കാണാൻ. നേരത്തെ എന്തായാലും അടുത്ത തലമുറ നമുക്ക് ഇനി ഇടാം. ഇത് ഞാൻ കൈനേന്റെ മുമ്പത്തെ വർഷം ഞാൻ മേടിച്ചൊരു ക്യാപ്പാണ് ഇത്. പപ്പയും മമ്മിയും ഒക്കെ വന്ന ആ ഒരു സമയത്ത് പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചായിരുന്നു. അന്ന് ഇത് ഇടണോന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ഇടാൻ പറ്റിയില്ല. കാരണം ഇതിനോട് ഇടുന്ന മറ്റൊരു കോട്ടല്ലേ, ട്രെഞ്ച് കോട്ടല്ലേ. അപ്പോൾ അന്ന് ഭയങ്കര തണുപ്പായതുകൊണ്ട് ആ ട്രെഞ്ച് കോട്ട് എനിക്ക് ഇടാനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തുന്നത് പിന്നെ ഈ പ്രാവശ്യത്തെ തണുപ്പിന് ട്രെഞ്ച് കോട്ട് ഇടുന്ന സമയത്ത് ഇത് ഇടാമെന്ന്. അതും എനിക്ക് പറ്റിയില്ല. ഈ പ്രാവശ്യത്തെ തണുപ്പിന് ട്രെഞ്ച് കോട്ടൊക്കെ എനിക്ക് 1-2 പ്രാവശ്യം കണ്ട് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതും ഭയങ്കര തണുപ്പായിരുന്നല്ലോ ഈ ഒരു സമയത്തും. അപ്പം ഈ ഒരു ക്യാപ്പിന് ഇതുവരെ യോഗം ഉണ്ടായിട്ടില്ല. ഇതിന് തന്നെ സെയിം ബ്ലാക്ക് ഉണ്ട് എനിക്ക്. അത് ഞാനിങ്ങനെ കവറിലാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ തേർമൽ പാൻ്റ് ആണ് കേട്ടോ. ഈ തേർമൽ പാൻ്റ് അച്ചുവിൻ്റെ, ഇതെൻ്റെ അല്ല. പിന്നെ ഇതാ നമുക്ക് ആമസോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിയ ആ ഒരു ക്യാപ്പ്, അത് അച്ചുവിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്റേന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ആണോ അച്ചുവിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. ഒരാളുടെ മിസ്സിംഗ് ആണ്. ഞങ്ങൾ രണ്ടുപേർക്കും ക്യാപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ എല്ലാ പ്രാവശ്യം ഉപയോഗിച്ചിരുന്ന ആ ഒരു തൊപ്പി. പിന്നെ ഇതും അച്ചുവിൻ്റെ ആണ്. ഈ കളർ ആക്ച്വലി എനിക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ക്യാപ്പിന്റെ കേസിൽ വരുമ്പോൾ ഈ കളർ എനിക്കിഷ്ടമല്ല. പിന്നെന്താ, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേടിച്ച ഗ്ലൗസ് ആണ് ഇത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയുടെ കൈയിന്റെ അളവല്ല, അതിലും വലിയ ഗ്ലൗസ് ആണ് ഇത്. പക്ഷെ ഇത് അന്ന് തൊട്ടേ എൻ്റെ കയ്യിലുള്ളതാണ്. അന്നത്തെ തണുപ്പ് തൊട്ട് ഞാൻ കുവൈറ്റിലുണ്ടായിരുന്ന 12ാം ക്ലാസ് വരെ ഞാൻ ഈ ഗ്ലൗസ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ അതൊരു ബാഗിനകത്ത് ഇങ്ങനെ മൂടി വെച്ചു. പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ ഗ്ലൗസ് ഞാൻ കൂടെ എടുത്തു. അതിന്റെ കൂട്ടത്തിൽ തന്നെ 2-3 ഗ്ലൗസുകൾ അഡീഷണൽ ആയിട്ട് വന്നു കേട്ടോ. ഇതിനകത്ത് ഇപ്പം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഫ്ലേഴ്സ് വന്നിട്ടുണ്ട്, പിന്നെ തൊപ്പിയും ഗ്ലൗസും ഒക്കെ ഇവിടെ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് പാക്കായി. ഇനി നമുക്ക് സമ്മർ ക്ലോത്ത്സിന്റെ അൺബോക്സിങ് അങ്ങോട്ട് തുടങ്ങാം. ഈ പെട്ടി എല്ലാവരും കേട്ടോ ആദ്യം ഓപ്പൺ ആക്കിയത്. ഇതിന് തന്നെ വേറൊരു ബ്ലാക്ക് ഉണ്ടായിരുന്നു, അതായിരുന്നു ആദ്യം ഓപ്പൺ ആക്കിയത്. അതിനകത്തായിരുന്നു ഫുള്ള് വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം വന്നത്. പക്ഷെ ഇത് ഓപ്പൺ ആക്കിയപ്പോ ഇതിനകത്തും വീട്ടിലിടുന്ന ഡ്രസ്സുകൾ. എനിക്കതാ മനസ്സിലാവാത്ത എത്ര വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഉണ്ടെന്നുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് ഒന്നൊന്നായിട്ട് നമുക്ക് എടുക്കാം. ഇത് വീട്ടിലിടുന്ന ഡ്രസ്സുകളല്ല, ഇത് മറ്റേ സാരിയുടെ ഒക്കെ പെട്ടിയാ. ഇതാണ് മൊത്തം ഉള്ളത്. ഇതിന്റെ അടിയിൽ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും 1 by 1 ആയിട്ട് എടുത്തു നോക്കാം. ഇതെല്ലാം ഒന്ന് വാക്യൂം ബാഗിൽ വെച്ചിട്ട് വാക്യൂം ബാഗ് എല്ലാം പെട്ടിക്കകത്ത് വെക്കുന്നതൊന്നും സിമ്പിളായിട്ടുള്ള ടാസ്ക് അല്ല കേട്ടോ. ഭയങ്കര വലിയ ടാസ്ക്കാണ്. പിന്നെ അതിന് ഭയങ്കര വെയിറ്റ് വേണം. അങ്ങനെ ഓരോ ഞങ്ങൾ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്താണ് കേട്ടോ പണി വെച്ചത്. ഞാനെല്ലാം വാക്യൂം ബാഗിനകത്ത് പാക്ക് ചെയ്യുന്നു, അച്ചുവാണ് അതിനെ പമ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പെട്ടിക്കകത്തെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ പെട്ടി അച്ചുവാണ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഒരുവിധം കുറച്ചൊക്കെ സെറ്റായി വന്നിട്ടുണ്ടേ. ഇതാ അച്ഛൻ്റെ സ്വെറ്റേഴ്സും ഇവിടെ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ മിക്ക കളേഴ്സും കോമൺ കേട്ടോ. ഇവിടെ ഒരു ഗ്രേ ഉണ്ട്, അതിൻ്റെ പുറകിലൊരു ഗ്രേ ഉണ്ട്, ഇതും ഗ്രേ ആണ്, മേളിലത്തെയും ഗ്രേ ആണ്. മിക്ക ഗ്രേസും ഉണ്ട് അച്ഛനെ. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ സ്വെറ്റർ എടുക്കുമ്പോൾ അച്ഛൻ ഇനി ഗ്രേ എടുക്കത്തില്ല. അത് ഞാൻ എന്തായാലും ഉറപ്പിച്ചു തരാം. ഇപ്പം ബ്രൗണും 3 ബ്രൗൺസ് ഉണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണ്, അപ്പം 4 ആവും. 4 ബ്രൗൺ കളേഴ്സ്. ഈ 2ഉം സെയിം ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് പോയപ്പം മേടിച്ചൊരു ടോപ്പാണ്, അച്ഛൻ ഒരു ദിവസം ഒറ്റയ്ക്ക് പോയപ്പം മേടിച്ചൊരു ടോപ്പാണ്. അങ്ങനെ 2 ടോപ്പ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതും നമുക്കൊന്ന് വാക്യൂം ബാഗിനകത്ത് എടുത്ത് വെക്കാവേ.
അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു വാക്യൂം ബാഗിനകത്ത് സ്വെറ്റേഴ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആകെ എൻ്റെ 3 സ്വെറ്റേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിനിപ്പം ഒന്ന് എയർ ഔട്ട് പമ്പ് ചെയ്യണം. അത് അച്ചുവാ ചെയ്യുന്നത്. വേറൊരു സൈഡിലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സമർ ക്ലോത്ത്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് വേണ്ടാത്ത ഡ്രസ്സുകളെല്ലാം എടുത്ത് കളയാനായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇത്രയും ഡ്രസ്സുകൾ എന്തായാലും കയറത്തില്ല. ഇതിൻ്റെ ഇവിടെ 2 സ്റ്റോറേജസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ വെച്ചത്. അപ്പോൾ ഇവിടുന്ന് ഈ ഡ്രസ്സുകളെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിനകത്ത് സമർ ക്ലോത്ത്സ് ഇടാം. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞു. ഈ ഒരു ഡ്രോയ്ക്കകത്ത് ഫുള്ള് എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഡ്രോയറുണ്ട്. അതിനകത്ത് അച്ചുവിൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വലിയ ടാസ്ക് അവിടെ നിന്ന് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ വാർഡ്രോബിൽ നമ്മൾ മറ്റേ സമർ ക്ലോത്ത്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ മെയിൻ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ഉള്ളോ അത് വേറെ ലെവലാണ്. കാരണം ഇനി 2-3 മാസങ്ങളായിട്ട് ഇനി ഇതിൻ്റെ പുറകിൽ തിരിഞ്ഞു നോക്കിയേ വേണ്ടല്ലോ. ഇനിയിപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ പോരെ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജി ആൻഡസ് signing off.